ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിന്ന് വന്നിട്ടുള്ളത് മോര് കാച്ചിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അല്ലേ. 3 നല്ല പഴുത്ത നേന്ത്രപ്പഴത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 6 പച്ചമുളക് ഞാൻ നീളത്തിൽ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ പഴമൊക്കെ വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. എന്നിട്ടൊന്ന് അടച്ചും മൂടി അത് വേവിക്കാട്ടെ നമുക്ക്. ഞാനൊരു നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്, ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അത് ഇവിടെ നമ്മളുടെ പഴമൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു മൺകലം എടുത്തിട്ട് ഞാൻ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ല പോലെ തന്നെ പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളകും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇളക്കിയെടുക്കണേ. അതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ കുറുകി വരണം കേട്ടോ. നമ്മളുടെ അരപ്പിൽ നിന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അതുവരെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇപ്പം നന്നായിട്ട് തന്നെ നമ്മളുടെ അരപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ പരുവാവുന്നത് വരെ നമ്മൾ ഇളക്കണേ. നമ്മൾ വേവിച്ച് വെച്ച ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി അതിലിട്ടിട്ട് അരപ്പിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ അതിലും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വറ്റി കുറുകി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കണേ. അതിപ്പോൾ നമ്മളുടെ പഴം അരപ്പും എല്ലാം നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല പുളിയുള്ള മോര് തന്നെ എടുക്കണേ. നല്ല പുളി ഉണ്ടാവണം കേട്ടോ. എന്നിട്ട് അതും നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതും നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളുടെ കറി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ കുറുകി വരണം കേട്ടോ. കറിയിലെ വെള്ളമൊക്കെ വറ്റി വരണം നന്നായിട്ട് തന്നെ. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. പിന്നെ കറിയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. എനിക്ക് മധുരം കുറവ് മതി, കാരണം പഴുത്ത നല്ല മധുരമുള്ള പഴമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ്. ഇനി കറിയിലെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോഴില്ലേ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നല്ല രസമുള്ള മോര് കറിയാണ്. വീട്ടിൽ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.